അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം ഞങ്ങളുടെ 2 ഫാമിലിയും എൻ്റെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാനുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും അനിയത്തിയും വന്നിട്ടില്ല. ചേട്ടന് ലീവ് ഇപ്പോൾ ഇല്ല. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേ ചേട്ടൻ വരത്തുള്ളൂ. പിന്നെ ചേട്ടൻ്റെ അനിയത്തിക്ക് ഇത്രയും ഡിസ്റ്റൻസ് വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആളും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞു ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഇത്രയും വലിയ ബിഗ് ഫാമിലി ആവുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. എൻ്റെ 2 അമ്മമാരും പിന്നെ ചേട്ടൻ്റെ അച്ഛനില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയാം. അപ്പം അമ്മാമ്മയും പിന്നെ അപ്പച്ചനും വന്നിട്ടില്ല. കാരണം രേവതി ചേട്ടൻ്റെ അനിയത്തിയാണ്. ചേട്ടൻ്റെ അനിയത്തിയും അപ്പൂപ്പനും വന്നിട്ടില്ല. അവരവിടെ വീട്ടിൽ നിൽക്കുവാണ്. പിന്നെ അവിടെ ഇപ്പോൾ കല്യാണ വിശേഷമൊക്കെ ആയിട്ട് കുറച്ച് പരിപാടിയിലാണ് അവരും. പെയിൻ്റ് അടിക്കുന്നു, വീട് പെയിൻ്റ് അടിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട്. അപ്പോൾ എൻ്റെ അമ്മായിയമ്മയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ സാരി എടുത്തേക്കുന്നതാണ് അമ്മ, ബിന്ദു അമ്മ. പിന്നെ അടുത്ത് നിൽക്കുന്നത് അമ്മാമ്മ. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നേരെ അച്ചാമ്മയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഡാഡിയാണ് ഗെയ്സ്. പിന്നെ ഇത് അവരെ കൂടെ വന്ന മാമനാണ്. പിന്നെ എൻ്റെ അനിയത്തിക്കാണ് ഇപ്പോൾ കൊടുക്കുന്ന ആളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ നല്ല ബുദ്ധിമുട്ടിലാണ്. കാരണം ഇവൾക്ക് ഈ ഒരു ടൈമിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുത്ത് തന്നുള്ളൂ. ബാക്കിയെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ കാണത്തില്ല കേട്ടോ. ഞാനാണ് വീഡിയോ എടുക്കുന്നത് എല്ലാത്തിലും. പിന്നെ എനിക്ക് എൻ്റെ അമ്മ കേട്ടോ ഈ എൻ്റെ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ട്, കൊള്ളാവും, എനിക്ക് നല്ല ചേരുന്നുണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കളറായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഡ്രസ്സ്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാട്ടോ ഇത്. ഞാൻ ഒരു റിങ്ങൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈയളവൊക്കെ ചോദിക്കത്തില്ലേ, ഇത് അതുപോലും ചോദിക്കാണ്ട് ഞാൻ ആ കാണുന്ന ടൈമിൽ എനിക്ക് ഓക്കെ ഇട്ട് തരുമ്പോഴാണ് ഞാൻ ഈ റിങ് എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. ഞാൻ അമ്മയോടും ചോദിച്ചു, അമ്മ എങ്ങനെ കറക്റ്റ് അളവൊക്കെ കിട്ടി? അതൊക്കെ ഉണ്ട്, പിന്നെ നിന്നെ കണ്ടാൽ നമുക്ക് അളവൊന്നും അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മയാണ് ഇവിടെ കൊണ്ടുവന്നതും വാങ്ങിച്ചതും ഇതെല്ലാം സെറ്റ് ചെയ്തത് ബിന്ദു അമ്മയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. അങ്ങനെ അമ്മ ഈ മോതിരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയാന്നൊക്കെ. എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ റിങ് ഞാൻ അധികം യൂസ് ചെയ്യില്ല. കാരണം ഒന്നെങ്കിൽ കൈ കറക്റ്റ് കയറത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ റിങ് ഇട്ട് കഴിഞ്ഞ് എനിക്ക് അറിയത്തുപോലുമില്ല. പക്ഷേ ഈ ബ്ലാക്ക് കളർ ഇതും കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ല ചേരണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേക്ക് ഇല്ലേ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ 2-3 റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നേരെ എൻ്റെ അച്ചാമ്മയുടെ വീട്ടിലാണ്. അച്ചാമ്മയും കൊച്ചനും ഒരു വീട്ടിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ കൊച്ചനും കുഞ്ഞമ്മയും. പിന്നെ ഞങ്ങൾ ഇവരുടെ കാര്യം പറച്ചിലായിട്ട് ഞങ്ങൾക്ക് ബോറടിച്ചത് കുഞ്ഞു അവിടെ കിടന്ന് ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അവള് ഉറങ്ങിയില്ല കേട്ടോ. ഓഗസ്റ്റ് 30 5-ാം അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ കല്യാണ പ്രിപ്പറേഷനൊക്കെ നടക്കുവാന്ന്. എൻ്റെ നാത്തൂൻ്റെ കല്യാണമാണ് ഓഗസ്റ്റ് 30. അപ്പോൾ അതും പിന്നെ എൻ്റെ ബർത്ത്ഡേയും ഒരുമിച്ച് സെറ്റ് ചെയ്താണ് അമ്മ ഇന്ന് തന്നെ വന്നത്. അപ്പോൾ അമ്മ ഇവിടെ കല്യാണമൊക്കെ വിളിച്ചു. അവിടെയും അവിടുത്തെ വീട്ടിൽ 2-3 വരുന്ന റിലേറ്റീവ്സിനെയൊക്കെ കല്യാണമൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ കൊച്ചനും കുഞ്ഞമ്മയും പിന്നെ കൊച്ചച്ഛൻ്റെ 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ അച്ചാച്ചനും അച്ചാമ്മയും എല്ലാവരെയൊക്കെ കല്യാണമൊക്കെ വിളിച്ചിട്ട് അമ്മയും അമ്മാമ്മയൊക്കെ പോവുകയാണ്. സംഭവം കുറേ നേരം സംസാരിച്ചിരുന്ന് 7 മണിയായി. ഇനി അമ്മ പത്തനംതിട്ട എത്തുമ്പോഴത്തേക്കും 11 മണി എന്തൊക്കെ ആയിരുന്നു ഇന്നലെ. പിന്നെ ഞങ്ങളെല്ലാവരും അവർ പോയതിന് ശേഷം ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് വീട്ടിൽ പോയത്. ഇതാര് വാങ്ങി തന്നതാ? അമ്മ വാങ്ങിച്ച ഇത് അമ്മ കൊണ്ടുവന്ന വറ്റല് ഇത്രയും തീർത്തു കിട്ടിയ. പിന്നെ എനിക്ക് പാൽപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, ചായ കുടിക്കാൻ. അതുകൊണ്ട് പാൽപ്പൊടി. പിന്നെ സമൂസ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. ഇത് പിന്നെ അമ്മാമ്മ കൊണ്ടുവന്നതാ. അച്ചാർ, എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ചാറും കൊണ്ടുവന്നു. പിന്നെ കേക്ക് മേടിച്ചു കൊണ്ടുവന്നു, മോതിരം മേടിച്ചു കൊണ്ടുവന്നു. ഇത് ചേട്ടൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ
പിന്നെ മുട്ട വരെ ഉണ്ട് മുട്ട മാത്രം കാണിക്കല്ലേ എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഞാൻ കാണിക്കും. എന്താ അമ്മേരി സ്നേഹം. നീയായിട്ട് പൊട്ടിക്കരുത്, ഞാനായിട്ട് പൊട്ടിച്ച് തന്നോളാം. അപ്പൊ ഇതൊക്കെയാണ് അമ്മ കൊണ്ടുവന്നത്. പിന്നെ കേക്കൊക്കെ അല്ലാതെ വീഡിയോ. അപ്പൊ ഇതൊക്കെയാണ് അമ്മ കൊണ്ടുവന്നത്. ഇത് അമ്മാമ്മ വെച്ച് തന്ന അച്ചാറാ. ഉണ്ടല്ലേ. ഇത് അമ്മാമ്മ വെച്ച നല്ല ടേസ്റ്റ് ഉണ്ട്. അത് എത്ര ദിവസത്തേക്ക് കാണുമെന്ന് അറിഞ്ഞൂടാ. നാളെ ഒരു ദിവസമെങ്കിലും വെച്ചിരുന്നാൽ കൊള്ളാം. ഇങ്ങനെ അച്ചാറ് കൊതിച്ചാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അയ്യോ, അപ്പൊ അങ്ങനെയൊന്നും വെക്കാതെ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഗൈസ്. ബൈ ബൈ.